ഞങ്ങളുടെ ഇപ്പോഴത്തെ കാര്യം എന്താ, കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരണം അങ്ങനെയല്ല, ഞങ്ങളൊരു ഇതിലങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണങ്ങളൊന്നും ഞങ്ങൾ ഈ ഏരിയയെ പറ്റി എവിടെ സ്പോട്ട്, നല്ല നല്ല സ്പോട്ടുകൾ അങ്ങനെയൊന്നും അന്വേഷിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിലും പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ളത് അങ്ങനെയൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം, അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ്, ഹോം സ്റ്റേ ഒന്നും ഞാൻ അങ്ങനെ പറയാത്തതിൻ്റെ കാരണം നമ്മളങ്ങനെ വന്നതല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയ ഒരിടം സെലക്ട് ചെയ്ത് സ്റ്റേ ചെയ്ത് അങ്ങനെ അതൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഈ കാണുന്നതാണ് കേട്ടോ വട്ടവട ഗ്രാമം. നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. ഇപ്പം നിൽക്കുന്നത് നായാട്ട് സിനിമ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നെ കേട്ടോ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ യാത്രാമോഹി. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതുവർഷമായിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗമൺ വീഡിയോയും പിന്നെ നമ്മുടെ മൂന്നാർ പോയതും പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. പാർട്ട് 3 നമ്മുടെ വട്ടവട ഞാൻ ഇതുവരെയായിട്ടും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനിടയിൽ ഒരു പൂനെ വ്ളോഗ് വന്നപ്പോഴത്തേക്ക് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് എൻ്റെ വട്ടവട വ്ളോഗിനെ ഞാൻ ഒന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ 2024 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ 2023 എടുത്തു വെച്ചൊരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അവര് പോയിട്ട് തിരിച്ചു വരുന്നേ. പോയിട്ട് തിരിച്ചു വിടത്തില്ല 6 മണിക്ക് ശേഷം. ഓ അത് ശരി, തിരിച്ചു വിടത്തില്ല. ഇല്ല, പോയിട്ട് ഇങ്ങോട്ട് വിടലെന്ന് വരില്ലെന്ന്. അതായത് നമ്മള് ഇപ്പം റൂം എടുക്കാതെ ഇപ്പൊ റൂം അയാള് ചോദിച്ചത് എവിടുന്ന കാർഡ് മേടിച്ചോണ്ട് വരുന്ന എവിടുന്നാന്ന്. കാർഡല്ലടാ, കാർഡ്. അതാ പറഞ്ഞ കാർഡ് എവിടുന്ന അതിന്റെ ഇടയിൽ കൂടെ വിസിറ്റിംഗ് കാർഡ് ഇപ്പൊ എവിടുന്ന് മേടിച്ചോണ്ടിരുന്നു. അവർക്ക് അറിയാം, അതല്ലേ പറഞ്ഞേ. ഞങ്ങൾ കൊല്ലത്ത് നേരെ ബുക്ക് ചെയ്തിട്ട് വന്നാണ്. ആരും പോകത്തില്ലായിരിക്കാം ചിലപ്പോ ഈ ഒരു ടൈമില്. വിട്ടുവിടുവർക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇവരെ കാര്യം പാരഡൈസിലോട്ട് പോവുക, റൂം എടുക്കുക, തിരിച്ച് വരത്തില്ല എന്ന് പറഞ്ഞതിന്റെ പുറത്ത് നമ്മളകത്തോട്ട് ഇല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല. അല്ലാതെ അവിടെ വരെ പോയി കണ്ടിട്ട് വരാനാന്ന് പറഞ്ഞോണ്ട് ഞാൻ കൊണ്ട് വിടത്തില്ല 6 മണിക്ക് ശേഷം. പകലും അവന്മാർ എന്റെ അമ്മമാരില്ലേ ഷമ്മൊക്കെ വന്നിട്ട് പകല് പോലും ഇവിടെ റോട്ടിൽ നിർത്താൻ താമസിക്കത്തില്ലായിരുന്നു. പറ്റിയ ഒറ്റ പോക്ക് ഇവിടെ നിന്ന് പോകണം. അല്ലടാ, അവിടെ ചെന്നിട്ട് റൂം കിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരില്ല. അവിടെ തന്നെ എവിടെയെങ്കിലും നിൽക്കണം. ഇങ്ങോട്ട് വരാം, അവിടെ അങ്ങ് നിക്കല്ല, അല്ല ഇവിടെ അങ്ങ് നിക്കല്, തിരിച്ച് ഇങ്ങോട്ട് വരാനും നോക്കല്ല. ആണല്ലേ. പിന്നെ 5 കിലോമീറ്റർ വണ്ടി നിർത്തേ. ശരി, എന്നാ റിസ്ക് ആണോ? പകല് ഇവിടെ നിർത്താൻ നമുക്കിതില്ല വണ്ടി. അതെന്താ പറ്റിയ പകല് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അപ്പഴേ പറ്റിയ. എന്റെ റൂൾസ് അറിയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അറിയാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്താന്ന് പറഞ്ഞു. ടണലിന്റെ നേരെ ഓപ്പോസിറ്റ് കുരിശടി. ഇവിടെ കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നേ. ഇവിടെ ഒരു കുരിശടി ഉണ്ട്, ഇതേ കാണുന്നു. കുരിശടിയുടെ സൈഡിൽ കൂടെയാണ്. എന്താ ഓർഡർ ചെയ്തേ? പൊറോട്ട വേണ്ടായിരുന്നു, അല്ല ക്വാണ്ടിറ്റി കൂടുതൽ. ഞങ്ങളിപ്പോൾ വട്ടവട എത്തിയിട്ടുണ്ട് കേട്ടോ. വട്ടവട ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ നമ്മളൊരു റൂം എടുത്തേക്കാണ്. റൂം വലിയ ആഡംബരമൊന്നുമില്ല, നോർമൽ ഒരു ഹോം സ്റ്റേ അല്ലേ. ഹോം സ്റ്റേ ആണ് എടുത്തേക്കുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് ഇതാണ് കേട്ടോ റൂം. എത്രത്തോളം കാണാൻ പോകാൻ പറ്റും എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഭയങ്കര വലിയ പ്ലാനിങ്ങിലൊന്നും അല്ല കേട്ടോ ഈ ട്രിപ്പിന് ഇറങ്ങിയതും ഒന്നും. പിന്നെ പോകുന്നത് അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഈ കാണുന്നതാണ് കേട്ടോ വട്ടവട ഗ്രാമം. നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് നമ്മൾ ഇറങ്ങും. ഞാനിവിടെ ചെറിയ ഫോട്ടോഷൂട്ടിന് കണ്ടിട്ട് റൂം എടുത്തേക്കുന്ന ഇടം എന്ന് വന്നിട്ട് അവരിപ്പോൾ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനെ ഇപ്പോൾ അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ്. നൈറ്റൊക്കെ വന്നപ്പോൾ നല്ല
റൂമൊക്കെ അവർക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് ബാക്കി ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞ്. ഒരു 3 മാസം ആയിട്ടേ ഉള്ളൂ ഇവിടെ അവർ എന്താണ് ഇവിടെ വാങ്ങി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാര്യം എന്താ, കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരണം അങ്ങനെയല്ല, ഞങ്ങളൊരു ഇതിലങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒരു അന്വേഷണങ്ങളൊന്നും ഞങ്ങൾ ഈ ഏരിയയെ പറ്റി എന്താണ് എവിടെ സ്പോട്ട് നല്ല നല്ല സ്പോട്ടുകൾ അങ്ങനെയൊന്നും അന്വേഷിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിലും പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ളത് അങ്ങനെയൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം, അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ് ഹോം സ്റ്റേ ഒന്നും ഞാൻ അങ്ങനെ പറയാത്തതിൻ്റെ കാരണം നമ്മളങ്ങനെ വന്നതല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഇതിലങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയ ഒരിടം സെലക്ട് ചെയ്ത് സ്റ്റേ ചെയ്ത് അങ്ങനെ അങ്ങനെ പോരുമായിരുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യം ഇവിടെ ഇപ്പോൾ അവർ പെർ ഡേ 2000 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ട്രക്കിങ്ങിനുള്ള ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 സ്പോട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേ ഞങ്ങളിപ്പോൾ പോകുമ്പോൾ മിക്കവാറും ഞങ്ങൾ അത്രയും സ്പോട്ടിൽ കയറണം നമുക്കറിയത്തില്ല, ഇനി ചോദിച്ച് പോകണം. ഇതൊന്നും ട്രക്കിങ് എടുക്കുകയാണെങ്കിൽ അവർക്കറിയാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ നിൽക്കുകയും ഇത് 3-3.5 മണിക്കൂർ 2.5 മണിക്കൂർ അങ്ങനെ നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കാമെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കര മേക്കപ്പ് അപ്പോൾ അതാണ് കുറച്ചുകൂടെ സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തരെയും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഓരോരുത്തരെയും പിക്ക് ചെയ്യാനായിട്ട് ജീപ്പ് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ചെടുത്തൊന്നും കഴിക്കുന്നില്ല, അത് ഈ മുകളിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് കഴിക്കുന്നില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഏതോ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അവർ വെയിറ്റ് ചെയ്തോളും എന്ന് പറഞ്ഞു. പതിയെ ഇവിടെ നിന്ന് ചലിക്കാം എന്ന് വിചാരിക്കുന്നു. സമയമായി. പിന്നെ രാവിലെ ഞങ്ങൾക്ക് മെനിഞ്ഞാന്ന് ഞങ്ങൾ മൂന്നാർ നിന്നിട്ട് പോലും നമുക്ക് രാവിലെ അവിടെ ഞങ്ങൾ നിന്നെടുത്തൊന്നും ഫോഗ് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വെച്ചപ്പോഴേ അബി എന്ന് പറയടേ പുറത്ത് ഫോഗ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഇവിടെയൊക്കെ ചെറിയൊരു മഞ്ഞുണ്ട്, എന്നാലും കുറച്ച് മേലെ കയറാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇച്ചിരി പാടാണെങ്കിൽ മുകളിൽ കയറാനായിട്ട് ഞാൻ പിന്നെ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. ആ സൈഡൊക്കെ നല്ല രീതിയിൽ ഫോഗ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കൊക്കെ നല്ലോണം അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. പോകുന്ന വഴിയിൽ ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഫോഗൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് പോട്ടെ. ഇനി റെഡിയായിട്ട് എല്ലാവരും റെഡിയായിട്ടൊക്കെ ഇരിക്കണം. ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാം. ഇങ്ങനെയാണ് കേട്ടോ. വണ്ടി 4 മണി രാവിലെ പോകുന്ന വഴിക്ക് ചായയും കുടിച്ചിട്ട് പോയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയാൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ. ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് നിങ്ങള്? എന്റെ പേര് പാരഡൈസ്. ഇത് എവിടെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഓർക്കാട്. ഓർക്കാട് ഇവിടെ പമ്പ ഇല്ലല്ലേ? പിന്നെ ഇങ്ങനെ വണ്ടി ഉണ്ട്, ഈ ഒരു വണ്ടി മൂന്നാർക്ക് കൊടുത്തു. മൂന്നാറിൽ അവർ മേടിച്ചോണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഒരു 200 ലിറ്റർ കന്നാസ് ഇങ്ങനെ കൊടുത്തു. അവര് അവരുടെ വണ്ടി കൊണ്ടുവന്ന് ഇവര് ലോക്കല് വിൽക്കും. ഓക്കെ ഓക്കെ. 120 രൂപ ഒരു ലിറ്റർ ഡീസൽ. കൂടുതലാ? പമ്പിൽ 90 രൂപ. അയ്യോ, 30 രൂപ. ഓ, ഇങ്ങനെ അവിടെ പോയി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കാരണം പമ്പില്ലല്ലോ, 42 കിലോമീറ്റർ അപ്പുറമില്ല. അങ്ങനെ ആരും പോയി എടുക്കത്തുമില്ലല്ലേ? ലോക്കല് പോയി നമുക്ക് അടിച്ചു വരുന്നത് നഷ്ടമല്ലേ? അത് ശരിയാ. മൂന്നാർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോവാണെങ്കിൽ കൂട്ടാങ്ങ് അടിച്ചോണ്ട് വരും. അത്ര തന്നെ. മേടിച്ചോണ്ട് വരാൻ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ വരാമല്ലോ, എത്ര വേണമെങ്കിലും. അങ്ങനെ വല്ലതും ഉണ്ടോ? വാങ്ങിക്കൊണ്ടൊക്കെ വരാം. അങ്ങനെ ഇത്രയും വാങ്ങിക്കൊണ്ട് വരാവുള്ളൂ അങ്ങനൊന്നും ഇല്ലല്ലോ? അങ്ങനൊന്നുമില്ല. പിന്നെ ഇത് ഡീസൽ മാത്രം മേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഇല്ലെങ്കിൽ നഷ്ടമാണ്. ഓട്ടോ ഇല്ലെങ്കിൽ ഡീസൽ വീട്ടിൽ കിടക്കും. ജീവിക്കണ്ടേ? അങ്ങനെ സ്കൂളൊക്കെ അടുത്തായിട്ടുണ്ടോ? മേളില് കാണും. ആൾക്കാര്
തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തതാ ഇവിടെ. അച്ഛൻ്റെ അച്ഛൻ്റെ അങ്ങനെ അങ്ങനെ അല്ലാതെ തമിഴ്നാട് അല്ല. തമിഴ് പറഞ്ഞ് ശീലിച്ച് നമുക്കും അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴാണ്. ഇപ്പൊ നിൽക്കുന്നത് നായാട്ട് സിനിമ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നെ കേട്ടോ. ആ ചേട്ടൻ എവിടെയായിട്ടാ പറഞ്ഞേ? നമുക്കൊരു 10x ഇട്ട് നോക്കിയാൽ എന്ത് ചെയ്യാം? പൊളി. ഇത് കിട്ടും. ഇവിടെ എല്ലാം നമ്മൾ വരുന്നിടത്ത് ഫുൾ ഇങ്ങനെ ചെറിയ ഗൂഗിൾ പേ ഉണ്ടോ ചേച്ചി? ഓക്കെ. ഇതെന്താ ചേച്ചി? ഇത് മരത്തക്കാളി പ്രഷർ ഷുഗറിനൊക്കെ ഉള്ള നല്ല സാധനം. ഇത് എത്രയാ? 250 രൂപ കിലോ. പ്രഷർ ഷുഗറിന് നല്ലത്, പക്ഷെ ഇത് കിട്ടത്തില്ല. ഇങ്ങനെ ഇതിന്റെ തൊണ്ട് കഴിക്കരുത്, ഇങ്ങനെ നെക്കി പിഴിഞ്ഞ് കഴിക്കണം. പ്രഷറായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. ഇഷ്ടപ്പെട്ടോ? അവര് നടന്നു പോകുന്നത് ഇവിടം വരെ വെട്ടരുത്. ഇവിടെ നിന്ന് നടന്ന് ഈ വഴിക്കാണ്. ആരാ ട്രൈബൽസ്? ഓ, അവര് ഇതുവഴിയാണ് പോകേണ്ടുള്ളത്. ഈ വഴിയാണ് കേട്ടോ. അവര് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഞങ്ങളിപ്പോ വട്ടവട വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടാ. ചെറുതായിട്ട് ഇവിടെ മഴ ചാറുന്നുണ്ട്. ഇവിടെ വ്യൂ പോയിന്റിലുള്ളത് കടയിൽ കയറി ഇവിടെ കഞ്ഞി, മാഗി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഊണൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചേച്ചി കഞ്ഞി കുടിക്കാണ്. വരുന്നില്ലേ? കഞ്ഞി മതിയോ? കഞ്ഞി പോരെ? പിന്നെ ഒന്ന് കാണാം.